ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നത് ഇങ്ങനെയായിരുന്നു. എങ്ങനെയാണ് അയർലൻഡിലേക്ക് നഴ്സസ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്, എക്സ്പീരിയൻസ് എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് നഴ്സസ് അയർലൻഡിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനീഷ്യലി നമുക്ക് വേണ്ട 3 റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഒരു OET സ്കോർ ആണ്. വാലിഡ് ആയിട്ടുള്ള OET സ്കോർ എന്ന് പറയുമ്പോൾ 4 മൊഡ്യൂൾസിന് ബി അല്ലെങ്കിൽ 3 മൊഡ്യൂൾസിന് ബി, ഒരു മൊഡ്യൂളിന് C+. ഇതാണ് അയർലൻഡിലേക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള OET സ്കോർ. ഈ ഒരു OET സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് DL ആണ്. DL അഥവാ ഡിസിഷൻ ലെറ്റർ എന്ന് പറയുന്നത് അയർലൻഡിലെ നഴ്സിംഗ് ബോർഡിലേക്കുള്ള ഒരു ഇനീഷ്യൽ രജിസ്ട്രേഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്യാം. അവർ നമ്മളെ നല്ലപോലെ ഗൈഡ് ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 2 to 3 വീക്സിനുള്ളിൽ നമുക്ക് DL കിട്ടും. DL കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു CV ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം നല്ല രീതിയിൽ എടുത്തു കാണിക്കുന്ന ഒരു CV ക്രിയേറ്റ് ചെയ്യാം. ഇത് മൂന്നും റെഡി ആയി കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഏജൻസികളിലേക്ക് ഇമെയിൽ ചെയ്യാം. നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള വേക്കൻസീസ് വരുമ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ഞാൻ വന്നത് CPL ഹെൽത്ത് കെയർ വഴിയായിട്ടാണ്. CPL ഹെൽത്ത് കെയറിന് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന 2-3 ഏജൻസീസ് ആണ് കേറ്റ് കോവിങ്, IATR, സർവീസ് സോഴ്സ്, ഇതൊക്കെ. അയർലൻഡിലേക്ക് നേഴ്സായിട്ട് വരാൻ എക്സ്പീരിയൻസ് എങ്ങനെ വേണം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. ഇനിയും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.